ആ കടം ഏറ്റെടുക്കണം. കടക്കാത്ത പേരൊക്കെ ഞാൻ നോട്ട് ബുക്കിൽ എഴുതിയിട്ട് ഇനി എഴുതി കൊടുക്കുന്നുണ്ട്. പരമാവധി ഒന്ന് സഹായിക്കണം. എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്ര ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ശരീരത്തിൽ 5 സ്ഥലത്ത് ക്യാൻസർ വെടിവെട്ടിട്ടുണ്ട്. എൻ്റെ കൂടെ ഇരിക്കുന്നത് സാലിം ബുർഹാനി ഉസ്താദ് 100-ലധികം ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഇൽമിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ബഹുന്യ ഉസ്താദാണ്. ഉസ്താദിൻ്റെ ഒരു കിഡ്നി മാറ്റിവെക്കേണ്ടി വന്നു. ശേഷം അസുഖമൊക്കെ മാറിയെന്ന് കരുതിയപ്പോൾ വീണ്ടും രോഗങ്ങൾ വന്നു. അവസാനം ക്യാൻസർ വന്ന് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഉസ്താദ് പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗത്തിന് പണം ചെലവഴിച്ച് മറ്റു വിഷയങ്ങളിൽ കടങ്ങളായി ലക്ഷങ്ങളിങ്ങനെ കടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട വിനീതനും പഠിക്കുന്ന കാലത്ത് ഉസ്താദിൻ്റെ കിതാബ് ഓതിയവന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്നത് പ്രിയപ്പെട്ടവരെ ഹൃദയം കൊണ്ടുപോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇങ്ങനൊരവസ്ഥയിൽ കടം വന്ന് മരിക്കും ഉസ്താദ് എന്ന് വേദനയോട് ഉസ്താദ് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, ദയവ് ചെയ്ത് നിങ്ങൾ സഹായിക്കണം. നിങ്ങളുടെ എല്ലാവിധ സ്വതക്കകളിലും നിങ്ങളുടെ സക്കാത്തുകളിലും ഉസ്താദിനെ ഉൾപ്പെടുത്തണം. പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എല്ലാ ഉസ്താദുമാരും അവരുടെ മഹല്ലുകളിൽ ഉസ്താദിൻ്റെ വിഷയത്തിന് വേണ്ടി പ്രവർത്തിക്കണം. മൂന്നാല് കടം കൊണ്ട് മരിക്കാൻ നേടിയ വലിയൊരു മഹബൂസാണ്. ടെൻഷനാവണ്ട. ജനങ്ങളോട്, പ്രിയപ്പെട്ടവരോട് ദയനീയമായിട്ട് ഉസ്താദിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട പരമാവധി ഒന്ന് സഹായിക്കണം. എത്ര ആളുകൾക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ അത്ര ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ചികിത്സക്കും മറ്റുമായിട്ട് കടം കയറി അടുത്ത ദിവസമാണ് വീട് വിറ്റത്. ഇപ്പം മകളുടെ വീട്ടിലുള്ള കടം തീർത്ത് മരിക്കണം. ഉസ്താദ് പറഞ്ഞു കേട്ടില്ലേ, ഞാൻ മരിച്ച എൻ്റെ കടം തീർക്കണം. പ്രിയപ്പെട്ടവരെ, ഉസ്താദിന് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ യാചന നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സഹായിക്കണം. ഗൂഗിൾ പേ ബ്ലോക്ക് വരും. പരമാവധി സ്കാനർ ഉപയോഗിച്ച് ഉസ്താദിന് വേണ്ടി നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് വിനീതമായി അത്രയും ഇൽമിന് വേണ്ടി സേവനം ചെയ്ത് ഉസ്താദ് നിലക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബുർഹാനി ഉസ്താദ് താമസിക്കുന്ന വീട്ടിന് മുമ്പിലാണ്. എടരിക്കോട് പഞ്ചായത്ത് പുതുപ്പറമ്പ് മഹല്ല് സെക്രട്ടറിയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അദ്ദേഹം നമ്മോട് സംസാരിക്കും. ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ സാലിം ബുർഹാനി ഉസ്താദ് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ കൂടെ കഴിഞ്ഞു വരുന്ന ഉസ്താദ്. എല്ലാവരും ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയെടുത്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ബുർഹാനി ഉസ്താദിന്റെ ഈ പ്രയാസത്തിൽ കൂടെ നിൽക്കേണ്ടവർ മലയാളികളായ നമ്മളാണ്. അതുകൊണ്ട് പരമാവധി പരിശുദ്ധ റമദാനൊക്കെ ആണല്ലോ, പരമാവധി ഒന്ന് നിങ്ങൾ സഹായിക്കുകയും പരമാവധി ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ബുർഹാനി ഉസ്താദിന്റെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.